അതിന്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നാം എല്ലാവരും ഒരുമിച്ച് ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇന്ന് ഈ ലൈവിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പോലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് ബിജെപിയെ പിന്തുണയ്ക്കണം എന്ന വിഷയം ആണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് പാത്രമായിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ ക്രിസ്ത്യാനികൾ കാലാകാലങ്ങളായി കോൺഗ്രസിന് എന്നും പിന്തുണച്ച വിഭാഗങ്ങളായിരുന്നു. കാലാകാലങ്ങളായി അവർ സപ്പോർട്ട് ചെയ്തത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഗവൺമെന്റുകളെയുമായിരുന്നു. അത് കേരളത്തിൽ സംഭവിച്ചത് 1947 ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കേരളത്തിലെ ക്രിസ്ത്യാനികൾ പൊതുവെ, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികൾ, കോൺഗ്രസിനോട് പിന്തുണ അറിയിച്ചവരും പിന്തുണ കൊടുക്കുന്നവരുമായിരുന്നു. കത്തോലിക്ക സഭയും കോൺഗ്രസിനെയാണ് പിന്തുണച്ചത്. മാത്രവുമല്ല, അക്കാലത്ത് കോൺഗ്രസിന് ബദൽ ശക്തിയായി കേരളത്തിൽ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് ഒരു എതിർപ്പും കത്തോലിക്ക സഭയ്ക്കുണ്ടായിരുന്നു. 1957 EMS സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിലെ സഭാ നേതൃത്വം മുഴുവൻ തന്നെ കോൺഗ്രസിനെയായിരുന്നു പിന്തുണച്ചത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും കാണിക്കാതെ കത്തോലിക്ക സഭയെ പലതരത്തിലും ദ്രോഹിക്കുകയും അവഹേളിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി കത്തോലിക്ക സഭ തങ്ങളുടെ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള സ്വാധീനവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സ്ഥിരമായി പിന്തുണയ്ക്കുകയും കത്തോലിക്ക സഭയുടെ എതിർപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആയതുകൊണ്ടും കേരളത്തിലെ ക്രിസ്ത്യാനികൾ പൊതുവെ കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാടാണ് കഴിഞ്ഞ 10-60 വർഷമായിട്ട് കേരളത്തിൽ സ്വീകരിച്ചു പോരുന്നു. മാത്രവുമല്ല, തങ്ങളുടെ വോട്ട് ബാങ്ക് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് കൊണ്ടും അവയെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കത്തോലിക്ക സഭയോട് ഒരു ശത്രുതാ മനോഭാവത്തോടെയാണ് എപ്പോഴും പെരുമാറിയത്. 1957 അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെതിരെ അതിശക്തമായ വിമോചന സമരം നടത്തിയതും ഇത്തരമൊരു കത്തോലിക്ക സമൂഹവും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തമ്മിലുള്ള വടംവലിയുടെ ഭാഗമായിരുന്നു എന്ന് പറയണം. പക്ഷെ ഇവിടെയെല്ലാം ഒരു കുറുക്കൻ ഒളിച്ചിരുന്ന് അവരുടെ കാര്യങ്ങൾ നേടുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, കോൺഗ്രസ് ആണത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ക്രൈസ്തവർക്കിടയിൽ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് വിരോധം ഫലപ്രദമായി ഉപയോഗിച്ച് കോൺഗ്രസ് കേരളത്തിലുള്ള ക്രൈസ്തവരെല്ലാം തങ്ങളുടെ ഭാഗമാണെന്നും ക്രൈസ്തവർക്ക് കോൺഗ്രസ് പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടി ഇല്ല എന്ന വിധത്തിലുള്ള പ്രചരണം നടപ്പിലാക്കി. അത് കഴിഞ്ഞ കുറെ കാലങ്ങളോളം തുടർന്നു പോകുന്നു.
90കളോടെ കേരളത്തിലൊരു വലിയ മാറ്റം സംഭവിച്ചു. 90കളിൽ കേരളത്തിൽ ഇസ്ലാമിക വർഗീയവാദി ശക്തികൾ ചെറിയ തോതിലെങ്കിലും ശക്തമായി വേരുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആ മതത്തിലുണ്ടായിട്ടുള്ള അരക്ഷിതബോധം മുതലെടുക്കുവാൻ ഇരു മുന്നണികളും ശക്തമായ ഇസ്ലാമിക തീവ്രവാദത്തെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് അക്കാലത്ത് കേരളത്തിൽ, പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിൽ അബ്ദുൽ നാസർ ബദരി അതിശക്തമായി വന്നിരുന്ന വേളയിൽ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കേരളത്തിലെ CPM-ഉം അതേപോലെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ചേർന്ന് ഒരു മിതു തീവ്രവാദ ഇസ്ലാമിക ലൈനിലേക്ക് അവരുടെ പാർട്ടികളെ തയ്യാറാക്കി നിർത്തി. അതോടുകൂടി ഇസ്ലാമിക ശക്തികളെ, ഇസ്ലാമിക വർഗീയവാദികളെ എക്കാലവും അകറ്റി നിർത്തണം എന്നുള്ള കമ്മ്യൂണിസ്റ്റ് തിയറി കുറഞ്ഞത് കേരളത്തിലെങ്കിലും നടപ്പിലാക്കപ്പെടാതെ പോവുകയും കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക തീവ്രവാദത്തിന് പിന്തുണയേകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വന്നു. മാത്രവുമല്ല, ഹിന്ദുത്വ ശക്തികൾ കേരളത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയപ്പോൾ, കൂടുതൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയപ്പോൾ, അതുവരെ ഹിന്ദു സമൂഹത്തെ ഒപ്പം നിർത്തി മറ്റുള്ളവരെ നേരിടാമെന്ന് വിചാരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിതെറ്റാൻ തുടങ്ങുകയും അപ്പോൾ ഹിന്ദു സമൂഹത്തിൽ നിന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന പിന്തുണ കൊണ്ട് നഷ്ടമാകാവുന്ന വോട്ട് വിഹിതം തീവ്ര ഇസ്ലാമിക ശക്തികളുടെ സഹായത്തോടുകൂടി നിലനിർത്താമെന്ന് വിചാരിച്ച് കേരളത്തിലെ ഇസ്ലാമിക വർഗീയവാദത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. പ്രത്യേകിച്ച് ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം കേരളത്തിലെ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായ നല്ലവരായ റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ കൃപാകടാക്ഷമുള്ള എല്ലാ നല്ലവരായ മുസ്ലിങ്ങളെയും ഒരു ഭീതിയിലാഴ്ത്തി തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളുടെ കൂടെ നിർത്താം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചു. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ വളർന്നുവരുന്ന ദേശീയ രാഷ്ട്രീയത്തിന്റെ ബദൽ അത് BJPക്ക് അനുകൂലമായപ്പോൾ അവിടെ ഇസ്ലാമിക മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുവാനുള്ള CPM-ന്റെ പദ്ധതി ഏറ്റവും നന്നായി നടപ്പിലാക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്തതോടുകൂടി സ്വാഭാവികമായിട്ടും കോൺഗ്രസും ആ ഒരു നിലപാടിലേക്ക് നീങ്ങേണ്ടി വന്നു. അപ്പോൾ അതുവരെ തങ്ങളെ പിന്തുണച്ചിരുന്ന ക്രൈസ്തവ സമൂഹത്തെ കൈവിടുവാൻ കോൺഗ്രസ് തിടുക്കം കാണിച്ചു. അതാണ് കേരളത്തിൽ രണ്ട് മുന്നണികളും ഇപ്പോൾ ക്രിസ്ത്യാനികളെയോ ക്രൈസ്തവ സഭയോ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള പരിഗണനയും നൽകാതെ അവഗണിച്ച് നിർത്തിയിരിക്കുന്നതിനുള്ള കാരണം. എന്നാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വടക്കേന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ അങ്ങിങ്ങായിട്ടുണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ട സമൂഹ സംഘർഷങ്ങൾ പെരുപ്പിച്ചു കാട്ടി കേരളത്തിൽ ക്രിസ്ത്യാനികൾ BJPയുമായിട്ടോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ടോ അടുക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞു നിർത്തുവാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാലാകാലങ്ങളായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനൊരു മാറ്റം വേണ്ടേ? കാരണം കേരളത്തിലെ ക്രൈസ്തവർ ഇന്ന് ഒരു നഷ്ടപ്പെടലിന്റെ വക്കിലാണ്. കേരളത്തിലെ ക്രൈസ്തവർക്ക് ഇന്ന് ഒരു ഭീതിയുടെ വക്കിലാണ് ഉള്ളത്. കാരണം കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ച, സാമൂഹിക മേഖലയിൽ അവർ അവഗണിക്കപ്പെടുന്നത് എല്ലാം ഇന്ന് അവർ സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നയത്തിന് ഫലമാണെന്ന് പറയേണ്ടി വരും. കാരണം
കേരളത്തിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ ഇന്ന് 15%. എന്നാൽ മുസ്ലിം ജനസംഖ്യ ഔദ്യോഗികമായി 25% പറയുന്നുണ്ടെങ്കിൽ പോലും അത് 30%-നോ 35%-ഒക്കെ അടുത്തായി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇന്ന് ക്രൈസ്തവർ ഒരു വലിയ ശക്തി അല്ലാതായിരിക്കുകയും മുസ്ലിം സഹോദരന്മാർ വലിയ ഒരു വോട്ട് ബാങ്കായി മാറുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈസ്തവ വിഭാഗങ്ങളെ അവഗണിക്കുകയും ഇസ്ലാമിക തീവ്രവാദ ശക്തികളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് കേരളത്തിലെ ഇരു മുന്നണികളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അവഗണന നേടിയെടുത്തു എന്നതാണ് സത്യം. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഇന്ന് ക്രൈസ്തവരുടെ ഇടയിൽ നിന്നും നേതാക്കൾ ഉണ്ടാകുന്നില്ല. ക്രൈസ്തവരുടെ ഇടയിൽ നിന്നും പ്രത്യേകിച്ച് കത്തോലിക്കരുടെ ഇടയിൽ നിന്നും നല്ല നേതാക്കളൊന്നും ഉണ്ടാകുന്നില്ല. പല സ്ഥലങ്ങളിലും പല രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഇന്ന് ക്രിസ്ത്യാനികൾ പല സ്ഥലത്തും അവഗണിക്കപ്പെടുന്നു. അതായത് കേരളത്തിന്റെ വികസനത്തിന്റെ കേരളത്തിന്റെ വികസനത്തിന്റെ എല്ലാ കാലങ്ങളിലും കൊടിപിടിച്ച് മുന്നിൽ നിന്നിരുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ കേരളത്തിൽ അവഗണിക്കപ്പെടുന്നു എന്നതാണ് സത്യം. ഞാനത് പറയാൻ കാരണം, നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് കേരളത്തിൽ ബിജെപിയെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ ക്രൈസ്തവർ തയ്യാറാക്കണം എന്നതാണ്. നമ്മളത് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ ഇന്ന് വ്യാപകമായി ബിജെപിയെ കുറിച്ച് പറഞ്ഞു വരുന്നതാണ് മതപരിവർത്തനത്തിനെതിരായി ബിജെപിയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ നിലപാടെടുക്കുമ്പോൾ അത് ക്രൈസ്തവർക്ക് എതിരായ നിലപാട് ആണ് എന്ന്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ ശ്രമിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ മതപരിവർത്തനത്തെക്കുറിച്ച് കേരളത്തിൽ സംബന്ധിച്ച് എവിടെയെങ്കിലും കേരളത്തിലെ കത്തോലിക്കരും സംഘപരിവാറും തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ സുറിയാനി സഭകൾ, അതായത് ഓർത്തഡോക്സോ യാക്കോബിറ്റോ കൽദായ സഭയോ മാർത്തോമ സഭയോ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ടോ? അതേപോലെ മറ്റേതെങ്കിലും പൗരസ്ത്യ സഭകൾ സംഘപരിവാറുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ എപ്പോഴെങ്കിലും വന്നു ചേർന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എന്നാൽ ചില പെന്തക്കോസ്തു വിഭാഗങ്ങൾ നിർബന്ധിത മതപരിവർത്തനത്തിന് തയ്യാറായപ്പോൾ ആടിനെയും കോഴിയെയും പന്നിയെയും ഒക്കെ കാണിച്ച് അപ്പവും വീഞ്ഞും നൽകി മതപരിവർത്തനത്തിന് തയ്യാറായപ്പോൾ ചില പ്രദേശങ്ങളിൽ സ്വാഭാവികമായിട്ടും രോക്ഷം ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ അത്തരം ഒരു പ്രവൃത്തിയെ ഒരു കേരളത്തിൽപ്പെട്ട കത്തോലിക്കനായ ഒരാൾ, ഒരു സീറോ മലബാർ സഭയിൽപ്പെട്ട ഒരു അംഗമോ അല്ലെങ്കിൽ ഒരു സുറിയാനി സഭയിൽപ്പെട്ട മറ്റേതെങ്കിലും സുറിയാനി സഭയിൽപ്പെട്ട ഒരംഗം അത്തരമൊരു പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? കേരളത്തിൽ ഇന്ന് കാണുന്ന കുഞ്ഞാട് പിടുത്തം എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ പൗരാണിക സഭയിൽ നിന്നും ഇന്ന് പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങൾ നടത്തുന്ന മതപരിവർത്തനം യഥാർത്ഥത്തിൽ സഭയുടെ അടിവേരും ആണിക്കല്ലും ഇളക്കാൻ പോകുന്നതല്ലേ? അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തെ നമ്മൾ പിന്തുണക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ? അതായത് ഇന്ത്യയിൽ മതപരിവർത്തനം നടക്കുന്നതിനെതിരെ ആരെങ്കിലും ശക്തിപ്പിക്കുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവർ ആ ഒരു ശബ്ദത്തെ എന്തിന് അവഗണിക്കണം? ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ ക്രൈസ്തവർ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരായി പ്രതികരിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ആകെ 2% മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 10% നടത്തുന്നത് ഭാരതത്തിലെ കത്തോലിക്കരും അതേപോലെ തന്നെ സുറിയാനി ക്രിസ്ത്യാനികളും അടങ്ങുന്ന ക്രൈസ്തവ വിഭാഗങ്ങളാണ്. ഈ 10% വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതാണ്ട് 1700 കാലഘട്ടം മുതൽ നമ്മൾ നടത്തിക്കൊണ്ടുപോയിട്ടും നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോയിട്ടും ഇന്ന് വരെ മതപരിവർത്തനത്തിന്റെ ആരോപണം
ഒരു കത്തോലിക്ക സഭയുടെ അംഗത്തിന്റെ പേരും ഉണ്ടായിട്ടില്ല. മറിച്ച് ഒരു ടാർപോളിനും കെട്ടി 2 കവരക്കൊള്ളിയും വെച്ച് അതിന്റെ മേലിൽ ഒരു പാട്ടയടിച്ച് ഒരു കുരിശും താട്ടി വെച്ച് ഇതാണ് പള്ളി എന്ന് കാണിച്ചുകൊണ്ട് ചില പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങൾ നടത്തുന്ന ആരാധനയാണ് ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും ക്രൈസ്തവ സമൂഹത്തിനെതിരായ സംഘർഷത്തിൽ ഏർപ്പെടുവാൻ അതാത് പ്രദേശങ്ങളിലെ പ്രാദേശികവാസികളെ പ്രേരിപ്പിച്ചത്. അവർ കാണുമ്പോൾ തകരപ്പെട്ടിയിലുണ്ടാക്കിയ ടാർപോളിന് കെട്ടിയ പള്ളിയും തൊട്ടപ്പുറത്ത് നന്നായി പണിത കത്തോലിക്ക പള്ളിയും ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. പ്രശ്നമുണ്ടാക്കുന്നത് പെന്തക്കോസ്റ്റൽ വിഭാഗമാണെങ്കിൽ അടി കിട്ടുന്നത് കത്തോലിക്കർക്കായി മാറുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങളെ ഇന്ത്യയിലും തടയേണ്ടത് ക്രൈസ്തവരുടെ ആവശ്യമല്ലേ, കത്തോലിക്കന്റെ ആവശ്യമല്ലേ? തീർച്ചയായിട്ടും അത്തരമൊരു മൂവ്മെന്റിനെ പിന്തുണയ്ക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കില്ലേ, ക്രൈസ്തവർക്കില്ലേ എന്ന് നാം ചിന്തിക്കണം. അതുപോലെ തന്നെ ഭാരതത്തിന്റെ പൗരാണിക പാരമ്പര്യം അത് എന്നും സംരക്ഷിച്ചു പോന്നവരാണ് ഇന്ത്യയിലെ ക്രൈസ്തവർ. ഇന്ത്യയിലെ ക്രൈസ്തവർ ഭാരതത്തിലെ പൗരാണിക പാരമ്പര്യം എക്കാലത്തും ഉയർത്തിപ്പിടിക്കുകയും എപ്പോഴും അതിനെ ചൊല്ലി അഭിമാനം കൊള്ളുകയും ചെയ്തിട്ടുള്ള ജനവിഭാഗമാണ് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ. പക്ഷേ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന ആ വാക്ക് വന്നതോടുകൂടി കേരളത്തിൽ ഭാരതത്തിൽ നാം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റം വേണ്ടേ? ഭാരതത്തിലെ എല്ലാ മതപരിവർത്തനത്തെയും ശക്തമായി എതിർക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ക്രിസ്ത്യാനികൾക്കാണ് എന്ന് നമ്മൾ കാണണം. കാരണം ഇവിടെ നമ്മുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് പകരം നമ്മുടെ ജനസംഖ്യ താഴേക്ക് പോകുകയും എന്നാൽ മതപരിവർത്തനം എന്ന് പറഞ്ഞ് മറ്റു സംഘടനകൾ നടത്തുന്ന മതപരിവർത്തനത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കേണ്ട ഗതികേട് ഭാരതത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ അതിനൊരു മാറ്റം വരാൻ ശക്തമായ മതപരിവർത്തന നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സഭ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. ക്രൈസ്തവ സഭ അത്തരം പിന്തുണയ്ക്കണം. കാരണം നല്ല ലോഹയും ഇട്ട് നല്ല കാപ്പും ഇട്ട് നടക്കുന്ന അച്ഛന്മാരുടെ അതേ രൂപത്തിൽ മറ്റൊരു പേരും പറഞ്ഞ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന്റെ ബഹുമാനം ലഭിക്കും. പക്ഷേ അത്തരം ആൾക്കാർ നടത്തുന്ന മതപരിവർത്തനം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുത്തുന്നത് പാവപ്പെട്ട കത്തോലിക്ക പുരോഹിതന്മാർക്കാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത്തരം ആൾക്കാർ ക്ഷമയും സഹനവും പഠിപ്പിക്കുന്ന ക്രൈസ്തവരെ പോലെയല്ല. അവർ അക്രമകാരികൾ. പല സ്ഥലത്തും ഈ ഇത്തരം ഗ്രൂപ്പുകൾ, ഈ ന്യൂ ജനറേഷൻ ചർച്ചുകൾ പല സ്ഥലത്തും നടത്തുന്ന അക്രമം കൊണ്ട് നമ്മൾ കത്തോലിക്കർക്ക്, ഭാരതത്തിലെ പൗരാണിക സഭയിൽപ്പെട്ട ക്രൈസ്തവർക്ക് ഇന്ന് തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യത്തെ നേരിടുവാൻ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ശക്തമായി ഭാരതത്തിൽ നടപ്പിലാക്കുവാൻ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ തീർച്ചയായിട്ടും നിലവിലുള്ള ഗവൺമെന്റുകളെ പിന്തുണയ്ക്കാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ഞാനിനി പറഞ്ഞു വരുന്നത് ഭാരതത്തിൽ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താണ്? കാരണം ഇന്ന് ജനസംഖ്യയിൽ വളരെയധികം കുറവ് അനുഭവപ്പെടുന്നതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അവർക്ക് ലഭിക്കേണ്ടതായ അംഗീകാരം ലഭിക്കാതെ പോകുന്നു. ഒരു പ്രത്യേക മതവിഭാഗം അവരുടെ ജനസംഖ്യ കൂട്ടിയപ്പോ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ ജനസംഖ്യ കുറഞ്ഞ വിഭാഗത്തെ, ന്യൂനപക്ഷത്തെ അവഗണിച്ചു കളയാമെന്നാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ഭാരതത്തിലെ ജനങ്ങളോട് നാം ഒന്ന് നമുക്കൊന്ന് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ചിന്തിച്ചത്, പ്രത്യേകിച്ച് ക്രൈസ്തവർ ചിന്തിച്ചത്, നമ്മളൊന്ന് നമുക്കെന്തിന് എന്ന് ചിന്തിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് കഴിഞ്ഞുകൂടിയപ്പോ മറ്റേ വിഭാഗം നാം 2 നമുക്ക് 2 എന്ന് പറഞ്ഞ സമയത്ത് നാം 2 നമുക്ക് 22 എന്ന വിധത്തിൽ കുട്ടികളുണ്ടായി. അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 25% ക്രിസ്ത്യാനികൾ 1987 ഉണ്ടായിരുന്നെങ്കിൽ
ആ സംഖ്യ ഇന്ന് 15-17% ഇടയിലായിരിക്കുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം 30-35 ഇടയിലായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ അവഗണിക്കാൻ പറ്റുന്ന ന്യൂനപക്ഷ വിഭാഗമായി ക്രൈസ്തവർ മാറിയിരിക്കുന്നു. അതിനാൽ കേരളത്തിൽ ക്രൈസ്തവർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ കിട്ടാതെ പോകുന്നു. മാത്രവുമല്ല, ഇന്ന് ക്രൈസ്തവർക്ക് കേരളത്തിൽ ഇരു മുന്നണികളിൽ നിന്നും കടുത്ത അവഗണനയാണ് നേരിടുന്നത്. നമ്മൾ ഓർക്കുക, ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് ഒരു സമുദായത്തിൽപ്പെട്ട ഒരാളുടേതായിരുന്നെങ്കിൽ കേരളം പൊറുക്കുമായിരുന്നോ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബഹളങ്ങളും സമരങ്ങളും ഉണ്ടാകുമായിരുന്നില്ലേ? ജോസഫ് മാഷ് ഒരു കത്തോലിക്കനായതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ കൈവെട്ടിയിട്ടും ആരും പ്രതികരിക്കാതിരുന്നത്? മറിച്ച് അദ്ദേഹം ഒരു സംഘപരിവാർ പ്രസ്ഥാനക്കാരനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ഭീകരവാദ സംഘടനയിൽപ്പെട്ട ആളായിരുന്നെങ്കിൽ കേരളത്തിൽ ആ സംഭവത്തിനെതിരെയുള്ള പ്രതികരണം എത്ര വലുതായിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് കേരള സമൂഹത്തിൽ ക്രിസ്ത്യാനികൾ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നു. കേരള സമൂഹത്തിൽ ക്രിസ്ത്യാനികൾ ഇന്ന് സാമ്പത്തികമായും സാമൂഹികപരമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. 1935 ശേഷം മലബാറിലേക്കും അതുപോലെ മലയോര മേഖലകളിലേക്കും വളരെയധികം കുടിയേറ്റങ്ങൾ നടത്തി കേരളത്തിന്റെ ഖജനാവിനെയും പാണ്ഡികശാലയെയും അതുപോലെ കേരളത്തിന്റെ ഭക്ഷ്യധാന്യപ്പുരകളെ സമർത്ഥമാക്കിയ കർഷകരായിരുന്നു കേരളത്തിലെ ക്രൈസ്തവർ. പക്ഷേ 1985-90 കാലഘട്ടത്തിൽ കേരളത്തിൽ അതിശക്തമായ സാമ്പത്തിക മാന്ദ്യവും രൂക്ഷമായപ്പോൾ 90കൾക്ക് ശേഷമുണ്ടായ കള്ളപ്പണത്തിന്റെ വരവും ഒഴുക്കും ശക്തമായി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ മലയോര മേഖലകളിൽ നിന്നും ക്രിസ്ത്യാനികൾ ഇന്ന് തുച്ഛമായ വിലക്ക് ഭൂമി വിറ്റ് പുറത്തേക്ക് പോകേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് പല കേരളത്തിലുള്ള ക്രൈസ്തവർ അവരുടെ കൃഷി മേഖലകളിൽ നിന്നും മാറ്റി പുറത്താക്കപ്പെട്ടിരിക്കുന്നു. മറിച്ച് ഈ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയത് ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. കള്ളപ്പണവും പാകിസ്ഥാനിൽ നിന്ന് അടിച്ച നോട്ടുകളും കൊണ്ടുവന്നിട്ടാണല്ലോ ഇതൊക്കെ മാറ്റിയത്. അതുകൊണ്ട് അങ്ങനെ കേരളത്തിൽ ഒരു പ്രത്യേക മതവിഭാഗം കേരളത്തിലെ ക്രൈസ്തവരുടെ മുഴുവൻ സാമ്പത്തിക മേഖലകളിലും കൈകടത്തി ക്രൈസ്തവരുടെ ഭൂമി മുഴുവനും കൈക്കലാക്കിയ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. മാത്രവുമല്ല, ഇന്ന് കൈക്കലാക്കിയ ഭൂമികൾ ഇന്ന് യാതൊരു തരത്തിലുള്ള കൃഷി രീതികളും നടക്കുന്നില്ല. കാരണം അത് ലാഭകരമല്ലാത്തതുകൊണ്ട് അവിടെ കൃഷി നടത്തുവാൻ അവർ തയ്യാറാകുന്നില്ല. ആ ഭൂമിയൊക്കെ ഉപേക്ഷിച്ച് തരിശായി കിടക്കുകയാണ്. ഇന്ന് കേരളത്തിൽ അനുഭവപ്പെടുന്ന ഭക്ഷ്യ ബുദ്ധിമുട്ടുകൾക്ക്, ഭക്ഷ്യക്ഷാമത്തിന് പ്രധാനമായിട്ടും കാരണമായിട്ടുള്ളത് മലയോര മേഖലകളിൽ ഇന്ന് തരിശായി കിടക്കുന്ന സമർത്ഥമായ ഭൂമികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ലാഭകരമല്ലാത്ത കൃഷി നടത്തുന്നത് ഒരു കച്ചവടമായി കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അത് ലാഭകരമല്ല എങ്കിൽ അവർ അത് ഏറ്റെടുത്ത് നടത്തുകയില്ല. അങ്ങനെ ആ ഒരു കൃഷിഭൂമിയുടെ കാര്യത്തിൽ നമുക്ക് വളരെയധികം നഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ ഇപ്പോൾ കൃഷിഭൂമി മാത്രവുമല്ല, കൃഷിഭൂമിക്ക് ശേഷം അമേരിക്കയുടെ പ്രതിനിധിയായി ജിഹാദികൾ കാണുന്ന കേരളത്തിലെ കത്തോലിക്കർ അവർക്ക് അവരുടെ പെൺകുട്ടികളുടെ സൗര ജീവിതവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. ലവ് ജിഹാദ് വഴി കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഒന്നടങ്കം മതം മാറ്റി സിറിയയിലേക്കും മറ്റും ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുവാനുള്ള, തെരഞ്ഞെടുത്ത് വഹിക്കാനുള്ള പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ഞാൻ അക്കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് വരെ നാം കാത്തു സൂക്ഷിച്ച നമ്മുടെ മണ്ണ് നഷ്ടപ്പെട്ടു. ഇന്ന് നമ്മുടെ പെണ്ണുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരേണ്ടേ? കേരളത്തിൽ വിശ്വസിച്ചിറങ്ങാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമുക്ക് വേണ്ടേ? നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ചിലർ ചോദിക്കുന്നുണ്ട്, നോട്ട് നിരോധനം കൊണ്ട് എന്താ മെച്ചമുണ്ടായതെന്ന്. ഇന്ന് മലയോരങ്ങളിലുള്ള ഭൂമി കച്ചവടങ്ങൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. തുച്ഛമായ വിലയ്ക്ക് കൂട്ടാവുന്ന ഭൂമികൾ ഇന്ന് അവർക്ക് വാങ്ങാൻ പറ്റാതായതുകൊണ്ട് കേരളത്തിലെ കൃഷിഭൂമികൾ ഇന്ന് സാധാരണക്കാരായ കർഷകരുടെ കൈവശം ഇന്ന് നിലനിൽക്കുന്നു. മാത്രവുമല്ല, ജിഹാദി പ്രസ്ഥാനങ്ങൾ ഡോളറുകളും ആയിരക്കണക്കിന് രൂപയും നടത്തിക്കൊണ്ടിരുന്ന ഈ ലവ് ജിഹാദ് എന്ന മതപരിവർത്തനത്തിന്റെ റിക്രൂട്ട്മെന്റ്, അതും
ഈ നോട്ട് നിരോധനത്തോടു കൂടി ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നോട്ട് നിരോധനം, മതപരിവർത്തന നിരോധന നിയമം എന്നിവയൊക്കെ ശക്തമായി നടപ്പിലാക്കിയ മോദി ഗവൺമെന്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും കേരളത്തിലെ ക്രൈസ്തവരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, വടക്കേന്ത്യയിൽ കാണുന്ന ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങളെ മറയാക്കിക്കൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളെ ബിജെപിയിൽ നിന്ന് അകറ്റുവാൻ വളരെ ബോധപൂർവമായ ശ്രമങ്ങളുണ്ടാവും. പക്ഷേ അത്തരം ശ്രമങ്ങൾക്ക് നാം വഴിപ്പെട്ടുകൂടാ. കാരണം ഇന്നൊരു ബദൽ ഗവൺമെന്റ് ഭാരതത്തിൽ വന്നിരിക്കുന്നു. ഇനി ഒരിക്കലും ഒരു കോൺഗ്രസും അതിനുശേഷം മാർക്സിസ്റ്റും എന്ന് പറയുന്ന ആ ബദൽ സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഇല്ലാതായിരിക്കുന്നു. മറിച്ച് കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് ഭാരതം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റിനെതിരായിട്ട് ചിന്തിക്കുവാൻ നാം തയ്യാറായിരുന്നുകൂടാ. മറിച്ച് ആ ഗവൺമെന്റിനെ വിശ്വാസത്തിലെടുത്ത്, ബിജെപിയെ വിശ്വാസത്തിലെടുത്ത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സാമൂഹിക അന്തസ് സംരക്ഷിക്കുവാൻ വേണ്ടി ബിജെപിയോടൊപ്പം നമ്മൾ അണിനിരക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം രൂപപ്പെട്ടു വരുന്നത് മാത്രമേ കേരളത്തിൽ ഒരു ബദൽ രാഷ്ട്രീയ ശക്തിയായി രൂപപ്പെട്ടു വരുന്നത് മാത്രമേ ക്രിസ്ത്യാനികൾക്ക് സഹായമാകുകയുള്ളൂ. കാരണം നിങ്ങളുടെ കൃഷിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. നിങ്ങളുടെ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കില്ല. നിങ്ങളുടെ അന്തസ്സിനെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുകയില്ല. നിങ്ങളെ സംരക്ഷിക്കുവാനുള്ള ധൈര്യം കോൺഗ്രസിനില്ല. ഇസ്ലാമിക ഭീകരന്മാരെ വെറുപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭയെ ഏറ്റെടുക്കുവാനുള്ള തന്റെടമോ ധൈര്യമോ ഇന്ന് കോൺഗ്രസിനില്ല. നാം ഓർക്കുക, പാർലമെന്റിൽ ലവ് ജിഹാദ് ഉണ്ടോ എന്ന ക്വസ്റ്റ്യൻ എന്ന ചോദ്യം ആദ്യമായിട്ട് ഉന്നയിച്ചത് കേരളത്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനിയായ ഒരു MP ആണെന്ന് ഓർക്കണം. അദ്ദേഹം ചോദിച്ചത് ലവ് ജിഹാദ് ഉണ്ടോ? ഉത്തരം കിട്ടി, ലവ് ജിഹാദ് എന്ന പദത്തിന് നിർവചനമില്ല, അങ്ങനെ ഒരു പദമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു ഉത്തരം ഉപയോഗിച്ച് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന പ്രചരണം എത്രമാത്രം നടത്തി. പക്ഷേ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കരായ 21 പെൺകുട്ടികൾ സിറിയയിലേക്ക് ആടിനെ മേയ്ക്കുവാൻ വേണ്ടി പോയിട്ടുണ്ട്. കേരളത്തിലെ 21 നല്ല കുടുംബത്തിൽ പിറന്ന 21 കത്തോലിക്ക പെൺകുട്ടികൾ മതം മാറി ISISൽ ചേരാൻ വേണ്ടി സിറിയയിലേക്ക് പോയിട്ടുണ്ട്. ഇത് സഹിക്കാവുന്നതാണോ? ഇത് സഹിക്കാവുന്നതിനപ്പുറമല്ലേ നാം ഒരു ചെറിയ ഒരു സംതൃപ്ത, അല്ലെങ്കിൽ നാം ഒരു സമാധാനപ്രിയരായ മതമായതുകൊണ്ടല്ലേ കേരളത്തിലെ ക്രൈസ്തവരെ വേട്ടയാടുവാൻ ഇസ്ലാമിക ഭീകരന്മാർക്ക് എന്നും കരുത്തേകുന്നത്? നമ്മളെ സംരക്ഷിക്കുവാൻ കോൺഗ്രസ് ഇല്ല എന്ന് അവർക്കറിയാം. നമ്മളെ സംരക്ഷിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്ന് അവർക്കറിയാം. നമ്മളെ സംരക്ഷിക്കുവാൻ ശക്തിയും ധൈര്യവും തന്റേടവുമുള്ള സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ കൂടെയല്ല എന്നും അവർക്കറിയാവുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ നോട്ടമിടും. ഞാൻ ഒരു കാര്യം കൂടി ഊന്നിപ്പറയുവാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ഈ ലവ് ജിഹാദിന്റെ പേരിൽ മുസ്ലിം ആൺകുട്ടികൾ ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രേമിച്ചതിന് ശേഷം അവര് തമ്മിലുണ്ടാകുന്ന ചില സംഘർഷങ്ങൾ, വീട്ടുകാർക്ക് സംഘർഷമുണ്ടാകുമ്പോൾ കൂട്ടത്തോടെ വന്ന് പെൺകുട്ടിയുടെ ഭവനങ്ങൾ ആക്രമിച്ച് എത്രയോ മാതാപിതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി, എത്രയോ സഹോദരന്മാരെ ഭീഷണിപ്പെടുത്തി കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തെ നിശബ്ദരാക്കാൻ നിലപാട് സ്വീകരിച്ച എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്തൊന്നും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ വേണ്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തയ്യാറായിട്ടില്ല. കേരളത്തിലെ കാർഷിക രംഗത്ത്, കേരളത്തിലെ സാമൂഹിക രംഗത്ത്, കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു ക്രൈസ്തവന് ലഭിക്കേണ്ട പ്രാധാന്യം ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ തരാൻ പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. കേരളത്തിൽ ഇനിയുള്ള കാലഘട്ടം അത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിന്റെ കാലഘട്ടമാണ്. ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം എന്ന് പറയുന്നത് ഒരു ബദൽ രാഷ്ട്രീയ ശക്തിയായി ഇനിയും ഉയർന്നു വന്നില്ല എങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ആത്മഹത്യാപരമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ.